വടക്കേ ഇന്ത്യയിൽ നമ്മൾ മലയാളികളെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി കേരള സ്റ്റോറി എന്ന ഒരു ചിത്രത്തിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്വന്തം തലസ്ഥാനത്ത് BJPയുടെ സമുന്നത നേതാവ് ഇഫ്താർ വിരുന്നൊരുക്കി അത്ഭുതം സൃഷ്ടിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ഇഫ്താർ വിരുന്നല്ല. കരമന ജയൻ എന്ന സാമൂഹിക പ്രവർത്തകൻ കാലാകാലങ്ങളായി സ്ഥിരമായി നടത്തുന്ന ഇഫ്താർ വിരുന്നാണിത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥ. പലരും വഴിയിൽ തങ്ങിയിരിക്കുകയാണ്. ഭാരതീയം ഇഫ്താർ കാരുണ്യ സംഗമം 8ാമത്തെ വർഷമാണ് നടക്കുന്നത്. ഈ 8 വർഷം കൊണ്ട് ഭാരതീയൻ ട്രസ്റ്റ് സ്ഥാപിച്ചതിന് ശേഷം ഇഫ്താർ എല്ലാ വർഷവും, കഴിഞ്ഞ വർഷമാണ് ഒന്ന് മുടങ്ങിയത്. അത് ഞങ്ങളെ ജനറൽ സെക്രട്ടറിയുടെ മകൻ്റെ വേർപാട് അതെല്ലാവർക്കും അറിയാം, ഞാൻ അറിയിച്ചിരുന്നു. പക്ഷേ ഈ വർഷം വളരെ നല്ല രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കാൻ തിരക്കുകൾ കൊണ്ട് എനിക്ക് പലരെയും നേരിട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ ഓരോരുത്തരും ഞാൻ നേരിട്ട് വിളിക്കുമായിരുന്നു. ഇപ്പോഴെൻ്റെ സാഹചര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ നിരന്തരം ഇട്ടുകൊണ്ടിരുന്നു. കുറച്ച് ആൾക്കാരെ വിളിക്കാൻ ഉള്ള സമയത്ത് നോക്കിയിരുന്നു. പക്ഷെ വിളിക്കാതെയും വാട്സപ്പ് മെസ്സേജ് കണ്ടു തന്നെ വരാൻ ഉള്ള ആ മാനസികമായ അടുപ്പം, ഒരു കുടുംബം എന്ന നിലയിൽ നമ്മളെല്ലാം ഒറ്റ ബന്ധം, ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ച ഒരു പൊതുസമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം നേരിട്ട് വിളിച്ചില്ലെങ്കിലും വരാൻ എല്ലാവരും, ഞാനായാലും നിങ്ങളായാലും അതിനൊരു മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ പാളയം ഇമാം, അദ്ദേഹം ഇന്നലെ, നമ്മുടെ ഡെപ്യൂട്ടി മേയർ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇന്നലെ ഒരു സന്ദേശം അദ്ദേഹം നൽകി. ശരിക്കു പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല, രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ സാമൂഹിക മാധ്യമങ്ങളിലും ചാനലുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം മതമൈത്രിക്ക് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാട് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ ഒന്നാകെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ് എത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഭാരതീയൻ ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഡിസംബർ 19-ാം തീയതി ക്രിസ്മസ് കാരുണ്യ സംഗമം നടന്നു. ഞങ്ങളുടെ പ്രവർത്തനം എല്ലാ മാസവും ഉണ്ട്. പക്ഷേ നമ്മൾ എല്ലാ മാസവും കാരുണ്യ സ്പർശം വെച്ചും ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഇത്തരം ഒരു സംഗമം വെച്ചും ആഘോഷിക്കുമ്പോൾ അത് കാരുണ്യം ചെയ്തു തന്നെ, ജീവകാരുണ്യം ചെയ്തു തന്നെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയൻ ട്രസ്റ്റിൻ്റെ ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകത. ഇവിടെ 2022 ശ്രീ MM ഹസനും അതോടൊപ്പം ശ്രീ O രാജഗോപാലും ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഭാരതീയം സൗജന്യ ഡയാലിസിസിൻ്റെ ഇത് 11ാം ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് 11ാം ഘട്ടത്തിൻ്റെ കാർഡ് കൊടുത്ത് ഈ സംഗമത്തിൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഭാരതീയൻ ട്രസ്റ്റ് ഒരു പദ്ധതിക്ക് കൂടെ രൂപം നൽകിയിട്ടുണ്ടായിരുന്നു, ഭാരതീയം കായിക സഹായ പദ്ധതി. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നല്ല കായിക പ്രതിഭകളുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ നിംസ് മെഡിസിറ്റിയുടെ സ്ഥാപകൻ, നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ മജീദ് ഖാൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഫൈസൽ ഖാനിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം രാജാജി നഗർ, ഈ തിരുവനന്തപുരത്തെ രാജാജി നഗർ എന്ന കോളനിയിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് വെച്ച് എല്ലാ വർഷവും ഇനി മുതൽ ഡോക്ടർ മജീദ് ഖാൻ സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന ഒരു ടൂർണമെൻറ്റിന് രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ടൂർണമെൻറ്റിൻ്റെ പ്രൈസ് കൊടുക്കുന്ന ചടങ്ങിൽ രാജാജി നഗറിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാക്കളെ കായിക രംഗത്ത് പരിപോഷിക്കുന്നതിന് വേണ്ടി
അവർക്ക് കായിക കിറ്റുകൾ നൽകിക്കൊണ്ട് കായിക സഹായ പദ്ധതിക്ക് രൂപം നൽകി. അതിൻ്റെ ലോഗോ പ്രകാശനവും ഇവിടെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് അദ്ദേഹത്തിന്. ഇപ്പോൾ സ്വാമിജി എന്നെ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് ആ പരിപാടിക്ക് വിളിച്ചിരുന്നു. ഞാൻ പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹത്തെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഈ പൊതുസമൂഹത്തിൽ വെച്ച് അനുമോദിക്കുക, ആദരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്വാമിജി. അത് മനസ്സിലാക്കണം. ഞാൻ മനഃപൂർവ്വം വരാത്തതല്ല, ഇങ്ങനൊരു ലക്ഷ്യം ഞാൻ സഭയോട് പറഞ്ഞിരുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഞാൻ 2010, 11, 12 കാലഘട്ടങ്ങളിൽ ജില്ലാ പ്രസിഡന്റായ സമയത്തും അന്ന് BJPയുടെ പേരിൽ ആദ്യമായിട്ട് ഇഫ്താർ നടത്തിയിരുന്നു. അതിൽ അന്ന് മുതൽ എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന എൻ്റെ സഹോദരനെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഇത്തരം കാര്യങ്ങളിൽ ഈ മതമൈത്രിക്ക് വേണ്ടി നമ്മളെടുക്കുന്ന ഈ തീരുമാനങ്ങളെയും ഈ പ്രവർത്തനങ്ങൾ വളരെ പ്രചോദനം നൽകുന്ന നമ്മുടെ വള്ളക്കടവ് ഇമാം ഗഫാർ മൗലവി, അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വാമി അശ്വതി തിരുനാൾ ഏകലവ്യം ആശ്രമ മഠാധിപതി, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ അദ്ദേഹം മാർ ഗ്രിഗോറിയസ് തിരുമേനി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് സംഗമത്തിനും പങ്കെടുത്തിരുന്നു. മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ള വിഷമം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഭാരതീയം ട്രസ്റ്റിനോടൊപ്പം എല്ലാവരും കാണും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله മുഴുവനായില്ല, ഇന്റർവ്യൂ കാണാനല്ലേ ഇടത്താള വർഷം
നമസ്കാരം. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതീയ ട്രസ്റ്റ് എല്ലാ വർഷവും നടത്തിവരുന്ന ഇഫ്താർ കാരുണ്യ സംഗമത്തിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഓണസംഗമം, ക്രിസ്മസ് സംഗമം, ഇഫ്താർ സംഗമം എന്നീ 3 ആഘോഷങ്ങളിലൂടെ വിതരണം ചെയ്തു വരുന്നു. ഇന്ന് ഭാരതീയ ട്രസ്റ്റിന്റെ 11ാം ലൈസൻസ് കാർഡ് വിതരണം ചെയ്യുകയാണ്. മതമൈത്രിയിലൂടെ സംഗീതം ആലപിച്ച് സംഗീതജ്ഞൻ വാഴമുട്ടം ചന്ദ്രബാബു സാറിന്റെ ഒരു സംഗീതത്തിലൂടെ നാം ഇവിടെ ഇഫ്താർ സംഗമം ആരംഭിക്കാൻ പോകുന്നു. ശ്രീ വാഴമുട്ടം ചന്ദ്രബാബു സാറിനെ ക്ഷണിക്കുന്നു. വാഴമുട്ടം ചന്ദ്രബാബു കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവനന്തപുരത്ത് മതമൈത്രി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി സംഗീതത്തോടുകൂടി നമ്മുടെ തിരുവനന്തപുരം പൊതുസമൂഹത്തെ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു സംഗീതജ്ഞനായി വളർന്ന് ഇനിയും വരാൻ ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാദേവസുതം ഗുരുഗുഹനോദം മാരകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാവിപ്രിയം മൂഷികവാഹനമോദകപ്രിയം മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം കരുണാമയനാമല്ലാഹുവേ കരുണാമയനാമല്ലാഹുവേ കരുണ ചൊരിയു അൽബലൂദേ കരുണാമയനാ അല്ലാഹുവേ പരമകരുണ്യന വഹാപേ കൃപയരുളുമി സുബുധാനേ കൃപയരുളുമി
തൂതുകാനേ പരമകാരുണ്യനാ സർവലോക പരിപാലന ദീനദയാലുവേൽബായി ദീനദയാലുവേ അൽബാരി ദീനദയാലുവേ അൽബാരി അൽസലാമേ കരുണാമയന അല്ലാഹുവേ കരുണ ചൊരിയു അൽബലൂവേ കരുണാമയന അല്ലാഹുവേ യേശുനാഥനേ ലോകരക്ഷകനേ യേശുനാഥനേ ലോകരക്ഷകനേ കരുണാകരനേ പരംപൂരേ ശ്രീയേശുനാഥനേ ആശപാശത്തിൽ നിന്നും കരകയറ്റും മോനെ കരുണാദായക കാരുണ്യസിന്ധോയേശുനാഥനേ പാവനമാം നിലയിൽ എൻ പാപം കഴുകാൻ മുൾക്കിരീടം ഏന്തി കുരിശു ചുവന്നവനെ എത്ര ത്യാഗം സഹിച്ചു അത്രമേ നീ ക്ഷമിച്ചു മാത്രമേ നീരയിച്ചു സ്തോത്രമൊഴിച്ചു യേശുനാഥനേ ലോകരക്ഷകനേ കരുണാകരനേ പരംപൊരുളേ ശ്രീയേശുനാഥനേ. Thank you, sir. അധ്യക്ഷ പ്രസംഗത്തിനായി ഭാരതീയ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ കരുണ ജി സാറിനെ ക്ഷണിക്കുന്നു.